ഹലോ ഫ്രണ്ട്സ്, സ്പീച്ച് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്നും വിപരീതമായിക്കൊണ്ട് നമ്മൾ ടൈമൊക്കെ കാണിച്ചാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. 10:16 10 മണിക്ക് ഞാൻ പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ മോളുടെ കയ്യിലായതുകൊണ്ട് അവൾ തന്നില്ല. ഞാൻ ടൈം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവൾ തന്നില്ല, ഫോൺ തരില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം മലയാളം PYQ നോക്കി. അത് കഴിഞ്ഞ് നെയ്സിൽ അവളുടെ നിന്ന് ഫോണൊക്കെ വാങ്ങി ടൈമൊക്കെ ഒന്ന് കാണിച്ച് എന്നിട്ടാണ് പഠനം തുടങ്ങുന്നത്. അതായത് പൊതുവേ നമ്മൾ നെയ്റ്റ് പഠിക്കാനിരിക്കുമ്പോൾ ടൈം കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഉടായ്പാണ്, വെറുതെ തള്ളാണ് എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ടൈം കാണിക്കുന്നത്. ടൈം ഇവിടെ എഴുതി കാണിച്ചാൽ പോലും ആൾക്കാർ വിചാരിക്കും എന്തെങ്കിലും എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇടുമായിരിക്കും, അല്ലാതെ അങ്ങനെ നെയ്റ്റ് ഒന്നിരുന്ന് പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ടൈം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. വേണം എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. പ്രത്യേകിച്ച് എല്ലാവരും ഇതിരുന്ന് കാണൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു സ്റ്റഡി റൊട്ടീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒത്തിരി നെഗറ്റീവ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവിനെ ഒന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോയിലേക്കുള്ള ഒരു പിൻബലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി തന്നെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, ഞാനതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ നമ്മളതൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാറുള്ളത് 10 മണിക്കാണ് നൈറ്റ്. ഇന്ന് നേരത്തെ മോളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവൾ കളിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു 10:30 ആ ഒരു സമയമായപ്പോൾ അവളെ ഉറക്കുകയായിരുന്നു. രാവിലെ അധികം ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പോർഷൻസ് നൈറ്റ് ഇരുന്ന് തീർക്കണം, അതിന് വേണ്ടിയിരുന്ന കേട്ടോ. എന്നും അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. അപ്പോൾ മോളെ ഉറക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് മോക്ക് ടെസ്റ്റ് മലയാളം ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളം ഫെസ്റ്റിവൽ അതിൽ ആ ഒരു ചാനലാണ് ടെലഗ്രാമിൽ. അങ്ങനെ ഇന്ന ചാനൽ എന്നൊന്നുമില്ല, മലയാളത്തിന് ഇംഗ്ലീഷിന് വേണ്ടി ഏതൊക്കെയോ ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ മോളെ ഓർക്കുന്ന സമയത്തും അങ്ങനെ എപ്പോഴെങ്കിലും കുറച്ച് ടൈം എനിക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ ക്ലാസ് കേട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തെറ്റിപ്പോണ കാര്യങ്ങളൊക്കെ എക്സാം ഹോളിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. അത് 100% ഷുവറാണ്. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും തെറ്റി പഠിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ ഏതോ നല്ല ടഫായിട്ടുള്ള ഒരു എക്സാമിൻ്റെ ആണ്. സിലബസ് നമ്മുടെ LD സിലബസ് അല്ല. അതുകൊണ്ട് തന്നെ കുറേ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമ്മുടെ സിലബസ് അല്ലല്ലോ. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കായിരുന്നു റാങ്ക് മേക്കർ വിദ്യാലയം, നമ്മുടെ PSC ബുക്ക്. അതിൽ SCERT ആണ്. എല്ലാവർക്കും അറിയാതിരിക്കാം, ഏകദേശം എല്ലാവരുടെ കയ്യിലും ആ ബുക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇനി അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇനി അത് വാങ്ങാൻ നിൽക്കരുത്. ഇതിൻ്റെയൊക്കെ പുതിയ എഡിഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കി ഇനി വരാൻ പോകുന്ന എക്സാമിന് അങ്ങനെ പുതിയ എഡിഷൻ ബുക്കൊക്കെ വായിച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം പഴയതായിട്ടുണ്ട്. എന്നാലും ഞാൻ വാങ്ങിയതാണല്ലോ, അപ്പോൾ ഞാൻ പഠിക്കണമല്ലോ. അപ്പോൾ ഒരു തവണ അത് മുഴുവനും വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റിവിഷൻ ആയിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ 60 ദിവസത്തെ സ്റ്റഡി പ്ലാനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് സാറ്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് 60 ദിവസമില്ല, ഇപ്പോൾ ഒരു 4 ദിവസമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ 5ാമത്തെ ദിവസം അതിൻ്റെ ഭാഗമാണ് വായിച്ചു പോകുന്നത്. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് വായിച്ചു പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അതിൽ എല്ലാം SCERTയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചാപ്റ്റർ വായിക്കുമ്പോൾ നിവർന്ന് വലുതായി കിടക്കുന്നുണ്ടാവും. 10ഉം 15ഉം പേജുള്ളത്. ഇതിൽ വളരെ ഷോർട്ടായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിക്കണം എന്നുള്ളവർക്ക് ഈ ബുക്ക് നല്ലതായിരിക്കാം എന്ന് തോന്നുന്നു. കാര്യം ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ ബുക്ക് വാങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ഏതോ ഒരു എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നാണ് ഈ ഒരു ബുക്ക് എൻ്റെ കൈ കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ വായിച്ചു നോക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റിവിഷൻ ടൈം ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 2 പേജ് മറിച്ച് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നത്തെ എക്സാമിന് അത്യാവശ്യം SCERT പോർഷൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ബുക്കിൽ ഞാൻ പിന്നീട് വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. SCERT എന്തായാലും ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ SCERT കവർ ചെയ്യും എന്ന ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് SCERTക്ക് വേണ്ടി ഞാൻ വേറെ ബുക്കുകളൊന്നും വായിച്ചിട്ടില്ല. ഈ ഒരു ബുക്ക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, റാങ്ക് ഫയൽ ഇപ്പോൾ SCERT NCERT എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സെപ്പറേറ്റ് SCERTക്ക് വേണ്ടി ഒരു ബുക്ക് വാങ്ങണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് ബുക്കുകൾ വാങ്ങി കൂട്ടുന്നതിലും കാര്യമില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് ബുക്കുകളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനിയൊന്നും പ്രത്യേകിച്ച് വാങ്ങാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഞാനൊരു ബുക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ബുക്ക് ഏതാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം. എന്നാൽ ഇപ്പം ഞാൻ പറയുന്നില്ല, അത് പിന്നീട് പറയാട്ടോ. ഒരു ബുക്ക് എനിക്ക് വാങ്ങണമെന്നുണ്ട്. ചിലപ്പോൾ ഞാനത് വാങ്ങും. എക്സാമിന് മുന്നേ വാങ്ങാൻ പറ്റുമോ എന്നറിയില്ല. ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വാങ്ങും. കാര്യം ഇനിയുള്ള എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു PYQൻ്റെ ബുക്കാണ്. എന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്ക് അറിയാം ഞാൻ ഏത് ബുക്കിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അപ്പോൾ അതെന്തായാലും ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അടുത്ത കാര്യം എന്താ പറയുന്നത്,
ഇതിൽ ചില പോയിന്റ്സ്, അതായത് പേരുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് ജോഗ്രഫി സെക്ഷനാണ്, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ആകെ 4 പേജേ ഉള്ളൂ എങ്കിൽ പോലും, 4 കുറച്ച് പേജുകളുണ്ട്, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, 4 പേജേ ഉള്ളൂ എങ്കിലും അതിൽ ഫുൾ കണ്ടന്റും ഫുൾ പോയിന്റും നമുക്ക് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജോഗ്രഫി എന്ന് പറയുമ്പോൾ SCERTയിലെ ആകെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പച്ചവെള്ളം പോലെ പഠിച്ചിട്ട് പോയാൽ ഒരു 4 മാർക്കോളം SCERT ഈ പോർഷൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ ഉറപ്പായും മാർക്ക് നേടാൻ സാധിക്കും. അതിന് പകരം നമ്മൾ 100 പേജുള്ള റാങ്ക് ഫയലിലെ ജോഗ്രഫീൻ്റെ ഭാഗങ്ങളൊക്കെ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഭ്രാന്ത് പിടിക്കുകയും ചെയ്യും. മാർക്ക് കിട്ടണമെങ്കിലും കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കെമിസ്ട്രിയുടെ കാര്യമാണെങ്കിലും ജോഗ്രഫിയുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ SCERT പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പോയാലും 1 മാർക്കൊക്കെ പോവുള്ളൂ, കിട്ടുവാണെങ്കിൽ 4 മാർക്കോളം കിട്ടാനും സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു പഠന രീതി ഇങ്ങനെയാണ്. രാവിലെ തീരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നൈറ്റ് ഇരിക്കുന്നത്. പിന്നെ നൈറ്റ് ഇരുന്നാൽ തന്നെ അടുത്ത ദിവസം രാവിലെ എണീക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. രാവിലെ എണീറ്റ് പഠിക്കാറില്ല, അപ്പോൾ കുറേ ദിവസമായിട്ട് രാവിലെ എണീറ്റ് പഠിക്കാറില്ല. കുറച്ച് ദിവസം മുന്നേ ഒരു 4-4:30 ആ ഒരു സമയത്തൊക്കെ എണീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 4:30 എന്നത് 5:30 ആയി. പിന്നെ മഴയൊക്കെ ആയപ്പോൾ തീരെ രാവിലെ എണീക്കുന്നില്ലായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? രാവിലെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവാം, ചിലർ നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവാം. എങ്ങനെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിലും നമ്മളുടെ ഒരു പ്രിഫറൻസാണ്. അതായത് രാവിലെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും അവർക്ക് ആ ഒരു ടൈമിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്, അതുപോലെ തന്നെ മനസ്സിലാവുന്നതും. പക്ഷേ അവർക്ക് ഒരിക്കലും രാത്രി ഇരിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ രാത്രി ഇരിക്കുന്നവരാണെങ്കിലും രാവിലെ എണീറ്റിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ അത് നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടണം എന്നില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇരുന്ന് പഠിക്കുക. പിന്നെ എപ്പോഴും ഹെൽത്ത് നോക്കുക. 6 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടിന്യൂസ്ലി ഉറങ്ങിയില്ലെങ്കിൽ പോലും രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ കുറച്ച് നേരം ഉറങ്ങാൻ ശ്രമിക്കുക. രാവിലെ നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ രാത്രി നേരത്തെ കിടക്കാനൊക്കെ ശ്രമിക്കുക. നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ടെൻഷനൊന്നും വേണ്ട. PYQ ഒക്കെ ചെയ്ത് തന്നെ നമ്മുടെ പകുതി ടെൻഷൻ PYQ ചെയ്യുമ്പോൾ മാറും. ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് എക്സാംസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് മോഡലിലായിരിക്കാം നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. അപ്പോൾ ഇപ്പോഴത്തെ പാറ്റേൺ ഒക്കെ മനസ്സിലാവാനും ഈ PYQ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. ഇപ്പോൾ പിന്നെ പഠിക്കാതിരുന്നത് ബയോളജിയിൽ ഒരു ചാപ്റ്ററാണ്, SCERT ആണ്. അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എപ്പോഴും ഞാൻ മറന്നു പോകുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ ഫോണിൽ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് വായിക്കണം, അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ, അതായത് ഏതെങ്കിലും PYQ ഒക്കെ ചെയ്യുമ്പോൾ ബയോളജി ആ ഒരു ഭാഗത്തിലെ മാർക്ക് പോയാൽ ഞാൻ വേഗം ഫോൺ അതെടുത്ത് നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വായനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബയോളജിയിലെ ഒരു സെക്ഷനാണത്. എപ്പോഴും മറന്നു പോകുന്നൊരു ഭാഗം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത്, നിങ്ങൾ പെട്ടെന്ന് മറക്കുന്ന കാര്യങ്ങളൊക്കെ കയ്യെത്തും ദൂരത്ത് തന്നെ സൂക്ഷിക്കാൻ നോക്കുക. അപ്പോൾ എക്സാം അടുക്കും തോറും ടെൻഷനൊക്കെ കൂടും. എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു 1-1:15 സമയമായപ്പോഴേക്കും ഞാൻ കിടന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.